ഹായ് ഓൾ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗെയിലിൻ്റെ ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അവിടെ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനി ത്രൂ ഗേറ്റ് 2025. ഇപ്പം നമ്മുടെ പരീക്ഷ വന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പോസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനിയാണ്, കെമിക്കലാണ് ആദ്യം പറയുന്നത്. 6,000 തൊട്ട് 16,000 തൊട്ട് 1,08,000 വരെയുണ്ട്. അവിടെ അടുത്ത ഇൻസ്ട്രുമെൻറ്റേഷനാണ് പറയുന്നത്, അടുത്ത ഇലക്ട്രിക്കലാണ് പറയുന്നത്. പറയുന്ന ഇതിനെല്ലാം 65 മാർക്സ് മിനിമം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് മെയിനായിട്ട് അറിയേണ്ടത് എക്സിക്യൂട്ടീവ് ട്രെയിനി ബിസ് പറയുന്നുണ്ട്, ബാച്ചിലർ ഓഫ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT പറയുന്നുണ്ട്. അതും 65% ആണ് പറയുന്നത്, 60,000 to 1,08 lakh. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ റിലാക്സേഷനൊക്കെ പറയുന്നുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 65 മാർക്സ് വേണമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞു വന്ന ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 17-ാം തീയതി തൊട്ട് നെക്സ്റ്റ് മന്ത് 25 വരെയൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ളിൽ ഗേറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുമെന്നുള്ളതും ഏതൊക്കെ അപ്ലൈ ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ പറയുന്നത് SC/STക്കൊക്കെ പറയുന്നുണ്ട്, PWDക്കും എല്ലാം പറയുന്നുണ്ട്. പറഞ്ഞു വന്ന് അതിനുശേഷം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പേ സ്കെയിൽ 16,000 to 1,18,000 ആണ്. E2 ഗ്രേഡിലായിട്ടാണ് കിട്ടുന്നത്. പിന്നെ പറയുന്ന പേ അലവൻസ് എല്ലാം ഉണ്ടാവും, വേരിയബിൾ പേ ഒക്കെ ഉണ്ട്, പ്ലേസ്മെൻറ്റ്, അസൈൻമെൻറ്റ്, ഹെൽത്ത്, മെഡിക്കൽ, ഈ പറഞ്ഞു വന്ന ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ, കെമിക്കൽ ഈ പറഞ്ഞു വന്ന പേപ്പർ ഇതിൻ്റെ കെമിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻകാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാരിലെ ഇൻസ്ട്രുമെൻറ്റേഷനിൽ എഴുതിയവരുണ്ടാവും. ഇലക്ട്രിക്കലിൽ തന്നെ വേണം എഴുതാൻ. മെക്കാനിക്കലുകാർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ളവരെല്ലാം ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വേണം ആ പറഞ്ഞ ഗേറ്റ് പേപ്പർ കൊടുക്കാൻ. മറ്റേ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജിക്കാരെല്ലാം നമ്മുടെ ഈ പറഞ്ഞു വന്ന കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ വേണം കൊടുക്കാൻ. ക്ലിയറല്ലേ? ഇതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് 17/2/2025 to 18/3/2025 വരെയാണ്. പക്ഷേ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് നേരെ ഈ പറഞ്ഞു വന്ന GAIL-online.com കയറി നോക്കിയാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഈ പറഞ്ഞ 17th February ഓർത്തിരിക്കുക, 18th March ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ചിലപ്പം ഡേറ്റ് എക്സ്റ്റെൻഡ് ആകാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ഈ ഒരു അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ, ബൈ.